പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് തിരുവേഗപ്പുറ തൂതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മുതികയം റെഗുലേറ്ററിൽ അടിഞ്ഞുകൂടിയ മണലും മണ്ണും നീക്കം ചെയ്യാൻ നടപടിയാകുന്നു. ഇത് നീക്കം ചെയ്യാൻ ആവശ്യമായ ടെൻഡർ നടപടികൾ ആരംഭിച്ചതായി മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷമാണ് MLA ഇക്കാര്യം അറിയിച്ചത്. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് തൂതപ്പുഴയ്ക്ക് കുറുകെയാണ് മുതികയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മഴക്കാലത്ത് റെഗുലേറ്ററിൽ മണ്ണും മണലുമെല്ലാം വന്നടിഞ്ഞിരുന്നത് വലിയ ആശങ്കയ്ക്ക് ഇടവരുത്തിയിരുന്നു. ഇതിന് പരിഹാരമായാണ് റെഗുലേറ്ററിൽ അടിഞ്ഞുകൂടിയ മണ്ണും മണലുമെല്ലാം നീക്കം ചെയ്യുവാൻ നടപടിയായിരിക്കുന്നത്. നേരത്തെ മുഹമ്മദ് മൂസിൻ MLA ഇക്കാര്യം നിയമസഭയുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇത് നീക്കം ചെയ്യുവാനാവശ്യമായ ടെൻഡർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള യോഗവും പട്ടാമ്പിയിൽ ചേർന്നു. 2017-2018 വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് തിരുവേഗപ്പുറ പഞ്ചായത്തിനെയും മൂർക്കനാട് പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് തൂതപ്പുഴയ്ക്ക് കുറുകെ മുതികയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചത്. ഇക്കഴിഞ്ഞ മെയ് മാസത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായതാണ്. എന്നാൽ അനുബന്ധ റോഡുകളുടെ പ്രവൃത്തികൾ കൂടി ഇനി നടപ്പാക്കാനുണ്ട്. മൂർക്കനാട് ഭാഗത്തെ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. എന്നാൽ തിരുവേഗപ്പുറ ഭാഗത്തെ റോഡിന്റെ സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. ഇത് വേഗത്തിലാക്കാൻ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള സഹകരണം കൂടി ഉണ്ടാകണമെന്ന് മുഹമ്മദ് മൂസിൻ MLA ഓർമ്മപ്പെടുത്തി. ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മുതികയം. അതിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൽ തിരുവേഗപ്പുറ ഭാഗത്ത് വേണ്ടത്ര സ്ഥലം ലഭ്യമായിട്ടില്ല. ആ സ്ഥലം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി നേരത്തെ തന്നെ സ്വീകരിച്ചതാണെങ്കിലും കുറച്ച് സ്ഥലം കിട്ടാനുണ്ട്. അതിൽ കുറച്ച് ഭാഗം എന്തായാലും ഏറ്റെടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന ഭാഗം മാത്രം ഏറ്റെടുത്ത് വളരെ വേഗത്തിൽ പദ്ധതി പൂർത്തീകരിക്കുക. മറ്റു ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബന്ധപ്പെട്ട പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് തുടരും എന്നുള്ള കാര്യമാണ് അറിയിക്കാനുള്ളത്. മൂർക്കനാട് പഞ്ചായത്ത് ആ ഭാഗത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. തിരുവേഗപ്പുറ പഞ്ചായത്തിന്റെ ഭാഗത്ത് കുറച്ചുകൂടെ സ്ഥലം ലഭ്യമാക്കാനുണ്ട്. പഞ്ചായത്തുമായി സംസാരിച്ച് അതുകൂടി തീർക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വെള്ളം വന്ന സമയത്ത് വലിയ രീതിയിൽ വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു. ഇപ്പോ അതിൽ നിന്ന് എക്കലും മണലും എല്ലാം നീക്കം ചെയ്യാനുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പട്ടാമ്പിയിൽ MLAയുടെ അധ്യക്ഷതയിലായിരുന്നു ഉദ്യോഗസ്ഥതല യോഗം ചേർന്നത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ജനറൽ മാനേജർ K. ശോഭ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു.